അപ്പോൾ നമ്മുടെ ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഈ ദുരന്ത മേഖലകളിൽ ഓരോ ഫ്ലഡ് ഉണ്ടെങ്കിലോ ലാൻഡ് സ്ലൈഡോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കുറവായി, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ. അപ്പോൾ അവിടെ നമ്മൾ ടെമ്പററി ആയിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. ഇതൊരു ന്യൂമാറ്റിക് ടവർ ലൈറ്റാണ്. അതായത് നമ്മൾ എയർ പമ്പ് പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമ്മളിതിനെ ഉയർത്തിക്കൊണ്ട് നമുക്കൊരു 200 മീറ്റർ പരിധിയിൽ നമുക്ക് വെളിച്ചം പകരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് സിസ്റ്റമാണ് ഈ കാണുന്നത്. ഒരു ടവർ ലൈറ്റായിട്ട് നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റും. 2 രീതിയിൽ പ്രവർത്തിപ്പിക്കാം. നമുക്ക് മാനുവലായിട്ട് വേണമെങ്കിൽ പ്രവർത്തിപ്പിക്കാം, റിമോട്ടും ഉണ്ട്. അപ്പോൾ അത് ദൂരെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഹൈറ്റും ഡയറക്ഷനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദൂരെ നിന്നുകൊണ്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിമോട്ടിലാണിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് റിമോട്ട് കൺട്രോളുണ്ട്. അതിൻ്റെ റിസീവർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിമോട്ട് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ന്യൂമാറ്റിക് പമ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ടവർ ലൈറ്റ് ഉയർന്നു വരുന്നതും കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ റിമോട്ടിൽ തന്നെ നമുക്ക് ഡൗൺ ചെയ്ത് കാണിക്കാനും ഏത് പൊസിഷനിൽ വേണോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും ഈ റിമോട്ടിലൂടെ സാധിക്കും. ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് പവർ സപ്ലൈ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെന്ത് ചെയ്യാം, വർക്ക് ചെയ്യിപ്പിക്കാം. അതിനുവേണ്ടി ഒരു ടേൺ ഓവർ സ്വിച്ച് ഉണ്ട് ഇവിടെ. നമ്മളൊരു ടേൺ ഓവർ സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇലക്ട്രിക് സപ്ലൈ ആണ് ഇതിലിപ്പം വന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് മാനുവലായിട്ട് നമുക്കിതിനെ ഉയർത്താനും താഴ്ത്താനും പറ്റും. നമുക്ക് ഹൈറ്റ് ഉയരാൻ മതിയാവുമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ മാനുവലായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം, ഇവിടെ വെച്ച് ഓൺ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ലൈറ്റ് ഇൻറ്റൻസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിൻ്റെ അകത്തുണ്ട്. കൂടുതൽ ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഈ നോബ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും അതുപോലെ കൂട്ടാനും സാധിക്കും. ഇതിപ്പോൾ മാക്സിമം ലൈറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അഥവാ ഇനി ഒരു പവർ സപ്ലൈ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡൗൺ ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഇവിടെ റിലീസിങ് വാൽവ് ഉണ്ട്, നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ എയർ നമുക്ക് റിലീസ് ചെയ്തുകൊണ്ട് ലൈറ്റിന് നമുക്ക് താഴ്ത്താൻ സാധിക്കും. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും തിരിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. നമുക്ക് ഏതെങ്കിലും ഒരു സ്പോട്ട് ലൈറ്റായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ മാത്രം വേണമെങ്കിൽ ലൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് മാത്രം വേണമെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് നമുക്ക് വയ്ക്കാം. ഫുൾ ഡയറക്ഷനിൽ കിട്ടണമെങ്കിൽ അങ്ങനെ നമുക്കിത് അറേഞ്ച് ചെയ്യാം. ഒരു ലൈറ്റിന്, അതായത് ഒരു യൂണിറ്റിന് ആകെ നമുക്ക് വേണ്ട 60 വാട്ട് എനർജി മാത്രം മതിയാവും ഒരു യൂണിറ്റിന്. അങ്ങനെ 360 വാട്ട്, 6 യൂണിറ്റും കൂടെ 360 വാട്ടിലാണ് നമ്മുടെ ലൈറ്റ് പ്രവർത്തിക്കുന്നത്.